കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന കുറച്ച് പേർക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ലഭിക്കാറുണ്ട്. ഇങ്ങനെ നമുക്കൊരു ദർശനം അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ ഭൂമിയിൽ ഒരു ദർശനമായിട്ട് നമുക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഉടമ്പടി എന്നുള്ളത് തന്നെ ഒരു സ്വപ്നത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതിൽ ദർശനങ്ങൾ ഉണ്ടാകും. ആദ്യം നമുക്ക് വേണ്ടത് ഈ ദൈവാനുഭവത്തെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ്. അതിന് നമുക്ക് വിശ്വാസവും പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നമുക്ക് വേണം. യോഹന്നാൻ 10:35 പറയുന്നത് പോലെ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. ഉടമ്പടി എന്നുള്ളത് ആളുകളെ വചനത്തിൽ, നമ്മൾ ഡെയിലി ബൈബിൾ വായിക്കുന്നു, വചനങ്ങൾ ഹൃദയസ്ഥമാക്കുന്നു. അപ്പോൾ വചനത്തിലൂടെ നമ്മളെ വളർത്തുവാണ് ചെയ്യുന്നത് ഉടമ്പടിയിലൂടെ. ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുവാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോൾ നമുക്ക് പല പല ദർശനങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിച്ചാൽ നമുക്ക് ദൈവിക സ്വപ്നങ്ങളുണ്ടാകും, ദൈവിക ഇടപെടലുണ്ടാകും. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ഇന്ദ്രിയങ്ങളെ നിൻ്റെ വിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ. നിൻ്റെ അടയാളങ്ങൾ, കാൽപ്പാടുകൾ, കയ്യൊപ്പുകൾ എനിക്ക് സ്പർശന വിധേയമാക്കുവാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ അഭിഷേകം നിറയ്ക്കണമേ. വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള ഒരു പ്രെയറാണിത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ വിശുദ്ധ തിരു രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിച്ച് കഴിയുമ്പം നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സിൻ്റെ തോട്ടും എല്ലാം വിശുദ്ധീകരിക്കും. ഇതിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു, നമുക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നു. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ബോണ്ട് നമുക്ക് ദൈവവുമായിട്ട്, നമ്മുടെ ഈശോയുമായിട്ട് നമുക്ക് ഉണ്ടാകുന്നു. നമ്മൾ നമ്മുടെ ഈശോയുടെ കർത്താവിൻ്റെ വചനം എപ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്നുമോ അപ്പോൾ നമ്മുടെ ഉടമ്പടി പക്വതയാവും, അല്ലെങ്കിൽ ഉടമ്പടി അതൊരു പാകമാകും എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ അനുഭവം ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മാതൃകാ ശക്തിയാണ് മാതാവ്. മാതാവിൻ്റെ ആ സാന്നിധ്യത്താൽ നമുക്ക് ക്രിസ്തു അനുഭവം നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആ ബ്ലെസ്സിങ്ങും ആ ഒരു സ്പർശനവും ഒക്കെ നമുക്ക് ഈ മാതാവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ സന്തോഷത്തോടെ ചെയ്യണം. പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും, കാരുണ്യ പ്രവൃത്തിയിലും ഒക്കെ അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തി അത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അത് ഒരു കടമ ചെയ്ത് തീർക്കുന്ന ആ ഒരു ലാഘവത്തോടെ ചെയ്യാതെ, ഇപ്പം ഞാൻ കൊടുക്കുന്ന ആ പത്രം അത് സ്വീകരിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ കൊടുക്കണം. ആ വിശ്വാസത്തോടെ വേണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ എല്ലാവരേക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിക്കുക. നമുക്ക് നമ്മുടെ ബന്ധുക്കൾ, ചുറ്റുമുള്ളവർ എല്ലാവരും ഉണ്ട്. ബട്ട് നമ്മൾ അതിൽ കൂടുതൽ സ്നേഹം, ഒരു പടി കൂടുതൽ, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ ഈശോനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഉടമ്പടിയിൽ ഒരു സമർപ്പണമുണ്ട്. ഉടമ്പടിയുടെ സമർപ്പണം ഇങ്ങനെയാണ്: ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുതേ എന്ന് പറയണം. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുള്ളൂ. ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും, ഒരനിഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഈശോയെ അങ്ങ് നടത്തരുതേ, അങ്ങ് തരരുതേ എന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് ഉടമ്പടിയിലുള്ള സമർപ്പണം. ഇങ്ങനെയാണത് പ്രാർത്ഥിക്കുന്നത്: എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത
ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മൾ ഉടമ്പടിയിൽ സത്യസന്ധരാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ, ഈ 90 ഡേയ്സോളം ദൈവം നമ്മളെ കാത്തിരിപ്പിക്കില്ല. അതിന് മുൻപ് തന്നെ ഒരു സമയ ചുരുക്കത്തിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. നമുക്ക് ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മളവിടെ ചില നമ്മളുടെ 6 നിയോഗങ്ങളാണ് നമ്മളവിടെ സമർപ്പിക്കുന്നത്. ആ 6 നിയോഗങ്ങളും ഈ 90 ഡേയ്സ് വരെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ആ നിയോഗങ്ങളുടെ ഓരോരോ അടയാളങ്ങളായിട്ട് ദൈവം നമുക്ക് തരും. നമ്മളത് വിശ്വസ്തരായിട്ട് നമ്മൾ ആ ഉടമ്പടി പാലിക്കും എന്ന് ദൈവത്തിന് ഒരു ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഇടപെടും. അതുപോലെ നമ്മൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യരുടെ സങ്കടങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. അവരുടെ സങ്കടങ്ങളിൽ നമ്മൾ ഇടപെടണം. ദൈവത്തെ അനുസരിച്ചുകൊണ്ടും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടും വേണം നമ്മളത് ചെയ്യാൻ. അതുപോലെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ആശ്വാസം പകരാൻ നമ്മളെ തന്നെ ഒരുക്കുകയാണ് ഉടമ്പടിയിലൂടെ. നമുക്ക് കൃപയാർജിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ സങ്കടങ്ങളും നമുക്ക് സന്തോഷമായിട്ട് മാറും. കർത്താവാണ് നമ്മുടെ വഴി ക്രമീകരിക്കുന്നത്. അത് കർത്താവ് നമുക്ക് വേണ്ടുന്ന വഴി ക്രമീകരിച്ച് നമ്മുടെ പാതയെ നേരെയാക്കും. നമ്മുടെ വഴി ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ടുള്ള വഴി ഏതാണോ ആ വഴിയിലൂടെ പോകാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഞങ്ങളെ ഈ വീഡിയോ ശ്രവിക്കുന്ന എല്ലാവരും, അതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികൾ ആക്കി മാറ്റണമേ. ആമേൻ.